പ്രിയ സുഹൃത്തുക്കളെ, ആത്മവിശ്വാസമില്ലായ്മയാണ് പല കാര്യങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ പുറകോട്ട് വലിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്കിതിന് കഴിയുമോ, അല്ലെങ്കിൽ ഞാനിതിന് അർഹനാണോ? എന്നാൽ ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മളുടെ എല്ലാം ആത്മവിശ്വാസം തകർക്കുന്നത്. എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന സത്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ എല്ലാം മനസ്സിൽ താൽക്കാലികമായിട്ട് അനുഭവപ്പെടുന്ന നെഗറ്റീവ് ചിന്തകളാണിവ. നമ്മളെപ്പോഴും സെൽഫ് ടോക്ക് ചെയ്യാറില്ലേ? നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുന്നതിനാണ് സെൽഫ് ടോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ടോക്കിനെ കുറിച്ച് അറിയാത്തവർ പലരും ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അപ്പം സെൽഫ് ടോക്കിലൂടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്കതിന് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഭാഗ്യമില്ലാത്തവനാണ് എന്നെല്ലാം. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ ഓരോ ചിന്തകളെക്കുറിച്ചും വളരെ അവെയറായിരിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കേണ്ടത്, ഞാൻ വളരെ കഴിവുള്ള വ്യക്തിയാണ്, ഞാൻ വിജയിക്കും, എനിക്കതിന് സാധിക്കും. ഇത്തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ഭൂമിയിൽ ആരെയും ദൈവം വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ആ കഴിവിനെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ പോളിഷ് ചെയ്തെടുക്കുക. ക്ലാവ് പിടിച്ച ഒരു ഓട്ടുപാത്രത്തെ എല്ലാ ദിവസവും തുടച്ചും തൂത്തും കൊടുക്കുകയാണെങ്കിൽ അത് നല്ല വെട്ടി തിളങ്ങും. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരുന്ന് നമ്മുടെ മനസ്സിനെ പോളിഷ് ചെയ്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ലോകത്തിന് മഹത്തായ സംഭാവനകൾ ചെയ്ത ഒരുപാട് മഹത് വ്യക്തികളുണ്ടല്ലേ? അവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ആത്മവിശ്വാസം കൂട്ടി വിജയത്തിലെത്തിയവരാണോ? ഒരിക്കലുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിൽ വിജയിക്കുകയും അതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ലോകം കീഴടക്കിയ വ്യക്തികളാണ് അവരെല്ലാം. അവരുടെ ഉള്ളിലെ ഉറച്ച വിശ്വാസമാണ് അവരെ ഉയരങ്ങൾ കീഴടക്കാൻ സഹായിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളെ വളരാനും വിജയിക്കാനുമെല്ലാം സഹായിക്കുന്നത്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മന്ദബുദ്ധി എന്ന് വിളിച്ച് അദ്ദേഹത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ നൽകിയ ആത്മവിശ്വാസവും പിന്തുണയുമാണ് അദ്ദേഹത്തെ ലോകമറിയപ്പെടുന്ന ഗവേഷകനായി മാറ്റിയത്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാനുള്ള തൻ്റെ പരീക്ഷണങ്ങളിൽ അദ്ദേഹം 10,000-ഓളം തവണ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ തളർത്തിയില്ല. താനൊരു പരാജിതനാണെന്ന് അദ്ദേഹം ഒരിക്കലും വിശ്വസിച്ചില്ല. അദ്ദേഹം ഒരിക്കലും ആ ശ്രമം ഉപേക്ഷിച്ചില്ല. തൻ്റെ ലക്ഷ്യത്തിലെത്താൻ ആ ആഗ്രഹത്തെ അദ്ദേഹം ചേസ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ഇലക്ട്രിക് ബൾബ് അദ്ദേഹം കണ്ടുപിടിച്ചു. നെവർ ഗീവ് അപ്പ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കരുത്. പരാജയപ്പെടുമ്പോൾ സങ്കടപ്പെട്ടിരിക്കാതെ എങ്ങനെ ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യരുത്. കളിയാക്കാനും കുറ്റം പറയാനുമൊക്കെ പലരും ഉണ്ടാകും. എന്നാൽ അതിലൊന്നും തളരാതെ മറ്റുള്ളവർക്കില്ലാത്ത എത്രയോ നല്ല കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുക. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുക. ചിലപ്പോൾ ആദ്യമെല്ലാം പരാജയങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷേ പിന്മാറാതെ കൺസിസ്റ്റൻസിയോടുകൂടി പ്രവർത്തിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാലുടൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഐ ആം സക്സസ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് ഇതൊരു 10 തവണ പറയുക. 21 ദിവസം മുടങ്ങാതെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആദ്യം നിങ്ങളെ ബഹുമാനിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ആദ്യം ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭയം മാറുകയും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയും ചെയ്യുന്നു. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ അയലത്ത് പോലും വരാൻ നിങ്ങൾ സമ്മതിക്കരുത്. അങ്ങനെ വന്നാൽ തന്നെ അതിനെ അപ്പോൾ തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയുക. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മവിശ്വാസം എന്നത് ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നതല്ല, പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണത്. നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുക. മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും
നിങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും.